ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു. നിർഭയമായി അന്വേഷണം മുന്നോട്ടു പോകണം ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇടക്കാല ഉത്തരവ് നിലവിലെ അന്വേഷണം തൃപ്തികരമെന്ന ഹൈക്കോടതി. അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്നും എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുന്നുവെന്നും കോടതി പറഞ്ഞു. ഇതുവരെ 181 സാക്ഷികളുടെ മൊഴിയെടുത്തുവെന്ന് SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ദ്വാരപാലക കേസിൽ 15 പ്രതികളിൽ 9 പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് SIT റിപ്പോർട്ടിൽ പറയുന്നു. കട്ടളപ്പാളി കേസിൽ 12 പ്രതികളിൽ 9 അറസ്റ്റ് ചെയ്തെന്നും SIT പറയുന്നു. കേസിൽ നിർണായകമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സത്യം പുറത്തുവരുവാൻ സാവകാശമെടുക്കുമെന്ന കാര്യം ബോധ്യമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഒടുവിൽ മൌനം വെടിഞ്ഞ് ഇലോൺ മസ്ക്. അശ്ലീല ഉള്ളടക്കങ്ങൾ നിർമ്മിച്ചാൽ നടപടി. ഗ്രോക്ക് ഉപയോഗിച്ചുകൊണ്ട് അശ്ലീല ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നുവെന്ന വ്യാപക പരാതിയിൽ ഒടുവിൽ മറുപടിയുമായി തിരിക്കുകയാണ് ഇലോൺ മസ്ക്. ഗ്രോക്ക് ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നിർമ്മിച്ചോ പ്രോംപ്റ്റ് നൽകിയോ ഇത്തരത്തിലുള്ള പോസ്റ്റ് നേരിടേണ്ടി വരുന്ന അതേ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്നാണ് മസ്ക് എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. അശ്ലീല ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കത്തയച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ പ്രതികരണം. എക്സ് പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷാ ടീമും ഇത് സംബന്ധിച്ച പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ CSAM ഉൾപ്പെടുന്ന ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യുന്നതായും അത്തരത്തിലുള്ള അക്കൌണ്ടുകൾ സസ്പെൻഡ് ചെയ്യുന്നതായും പ്രാദേശിക ഭരണകൂടങ്ങളുമായും നിയമപാലകരുമായും സഹകരിച്ച് എക്സിലെ നിയമവിരുദ്ധ ഉള്ളടക്കത്തിനെതിരെ നടപടിയെടുക്കുന്നതായി സുരക്ഷാ ടീം അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ശക്തമായ തുടർ സമര പരമ്പരകൾക്ക് കോൺഗ്രസ് തുടക്കം കുറിക്കും. KC വേണുഗോപാൽ MP. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശക്തമായ തുടർ സമര പരമ്പരകൾക്ക് കോൺഗ്രസ് സംസ്ഥാനത്ത് തുടക്കം കുറിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ദൈവഭയമില്ലാത്തവർ ദൈവത്തിന്റെ സ്വത്ത് സ്വന്തം സ്വത്താണെന്ന് കരുതി കൊള്ളയടിക്കുന്ന സാഹചര്യം മാർക്സിസ്റ്റ് ഗവൺമെന്റ് സൃഷ്ടിച്ചു. ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയും സുപ്രീംകോടതിയും നടത്തിയ നിരീക്ഷണങ്ങൾ അതീവ ഗൌരവതരമാണ്. SITയിൽ പോലും വിശ്വാസമില്ലായ്മ പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് കോടതിയുടെ ഇടപെടലുകൾ. രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന ഈ കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഗവൺമെന്റും സ്വീകരിക്കുന്നത്. ഇതിനെതിരായി ശക്തമായ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ ഉണ്ടാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ബോംബ് പൊട്ടുമെന്ന് പണ്ട് പറഞ്ഞിട്ട് പൊട്ടിയില്ലല്ലോ, അതുപോലെ 100ഉം പൊട്ടും. 3ാം തവണയും LDF അധികാരത്തിൽ വരും. MV ഗോവിന്ദൻ. കേരളത്തിന്റെ പ്രതിപക്ഷം 100-ലധികം സീറ്റുകളോടെ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരു വിസ്മയവും ഉണ്ടാകുവാൻ പോകുന്നില്ല. ബോംബ് പൊട്ടുമെന്ന് പണ്ട് പറഞ്ഞിട്ട് പൊട്ടിയില്ലല്ലോ, അതുപോലെ 100ഉം പൊട്ടും. ഇടതുപക്ഷ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ 3ാം തവണയും അധികാരത്തിൽ വരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഏതു ബോംബ് പൊട്ടിയാലും LDF അധികാരത്തിൽ വരുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഡൽഹി കലാപ ഗൂഢാലോചന കേസ്. ജാമ്യം ലഭിച്ച പ്രതികൾ അനുമതിയില്ലാതെ ഡൽഹി വിട്ടു പോകരുത്. വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ സുപ്രീംകോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത്. ജാമ്യം ലഭിച്ച പ്രതികൾ മുൻകൂർ അനുമതിയില്ലാതെ ഡൽഹി വിട്ടു പോകരുത്. സാക്ഷികളെയോ കേസുമായി ബന്ധപ്പെട്ടവരെയോ സ്വാധീനിക്കരുത്. ആഴ്ചയിൽ 2 തവണ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും സുപ്രീംകോടതി. മാധ്യമങ്ങളോടും സമൂഹമാധ്യമങ്ങളിലും പ്രതികരിക്കരുതെന്നും വിചാരണ തീരും വരെ പരിപാടികളിലോ കൂട്ടായ്മകളിലോ പങ്കെടുക്കരുതെന്നും വിധിയിൽ പറയുന്നു. പാസ്പോർട്ട് വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നും നിർദ്ദേശം. കേസിലെ 5 പ്രതികളായ ഗൾഫിഷ ഫാത്തിമ, മീര ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ജാമ്യം അനുവദിച്ചത്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൌരവം ഇല്ലാതാക്കില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വിനോദിനിക്കുള്ള കൃത്രിമ കൈക്ക് ആവശ്യമായ മുഴുവൻ തുകയും അടച്ചു. അളവെടുപ്പും പൂർത്തിയായെന്ന് VD സതീശൻ. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ നഷ്ടപ്പെട്ട 9 വയസ്സുകാരിയുടെ ചികിത്സ തുടങ്ങിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൃത്രിമ കൈക്ക് ആവശ്യമായ മുഴുവൻ തുകയും അടച്ചുവെന്നും കൃത്രിമ കൈക്കായുള്ള അളവെടുപ്പ് പൂർത്തിയായെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്.
വിനോദിനിയുടെ വേദനയെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ വെള്ളിയാഴ്ചയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. കൃത്രിമ കൈ വയ്ക്കുവാനുള്ള മുഴുവൻ ചിലവും ഏറ്റെടുക്കാമെന്ന് അന്ന് തന്നെ വിനോദിനിയുടെ കുടുംബത്തെ അറിയിച്ചിരുന്നു. ശനിയാഴ്ച രാവിലെ വിനോദിനിയെ പാലക്കാട് നിന്നും കൊച്ചിയിലെത്തിച്ചു. അമൃത ആശുപത്രിയിൽ എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കി. കൃത്രിമ കൈ വയ്ക്കുന്നതിനുള്ള അളവെടുപ്പും നടന്നു. ഇതിനുള്ള ഉപകരണങ്ങൾ വിദേശത്തു നിന്നും ഓർഡർ നൽകി കൊണ്ടുവരേണ്ടതുണ്ട്. കൃത്രിമ കൈ നിർമ്മിക്കുന്ന ഏജൻസിക്ക് ഇതിനാവശ്യമായ മുഴുവൻ തുകയും ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ കൃത്രിമ കൈ തയ്യാറാകും. കൃത്രിമ കൈ കുട്ടിക്ക് വച്ചതിന് ശേഷമുള്ള പരിശോധനകൾ പരമാവധി 3 ആഴ്ചയ്ക്കകം പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെന്നും വി ഡി സതീശൻ അറിയിച്ചു. 100-ലധികം സീറ്റുകളിൽ വിജയം ഉറപ്പ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഒരാളും പിണങ്ങില്ല. വി ഡി സതീശൻ 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമുണ്ടെന്ന ആക്ഷേപങ്ങൾക്ക് ടീമായി നിന്ന് മറുപടി പറയും. വേറെ ചിന്തയില്ലാതെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിനിറങ്ങണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. LDFിലും NDAയിലുമുള്ള പല പാർട്ടികളും UDFിലെത്തും. തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയമുണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടെന്ന പ്രചാരണം CPIMന്റെ തന്ത്രമാണെന്നും സതീശൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കോൺഗ്രസ് ലക്ഷ്യ സമ്മിറ്റിലാണ് വി ഡി സതീശന്റെ പ്രതികരണം. കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. കോൺഗ്രസ് ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കും. ഒരാൾ പോലും പിണങ്ങില്ല. ഞങ്ങൾ ഒരു ടീമായി, ഒറ്റ കുടുംബമായി നിൽക്കും. നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്. 100-ലധികം സീറ്റുകളോടെ അധികാരത്തിലെത്തുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.